വളരെ ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അമേരിക്കയിലെ ടെക്സസിലുണ്ടായത്. ഓർക്കാപ്പുറത്തുണ്ടായ പ്രളയം, ഒരു മിന്നൽ പ്രളയം വന്ന് ഏതാണ്ട് 51 പേർ അവരുടെ ജീവനെടുത്തു എന്നാണ് പറയുന്നത്. അതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം അവിടെ കുട്ടികളുടെ ഒരു സമ്മർ ക്യാമ്പ് നടക്കുകയായിരുന്നു. അതുകൊണ്ട് മരിച്ചവരിൽ 15 കുട്ടികൾ ഓൾറെഡി ഉൾപ്പെട്ടിട്ടുണ്ട്. ഇനിയും കുട്ടികളെ ഏതാണ്ട് കാണുന്നില്ല, 27 കുട്ടികളെ കാണുന്നില്ല എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ഈ മേഖലയിൽ വീണ്ടും വെള്ളപ്പൊക്കം ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പുണ്ട്. ആദ്യം ഒരു രാത്രിയിലാണ് ഈ വെള്ളപ്പൊക്കം ഉണ്ടായത്. രാത്രിയിൽ ഈ പ്രളയം ഉണ്ടാകുമെന്ന് ഒരു ചെറിയ സൂചന ലഭിച്ചെങ്കിലും ആരും അങ്ങനെ ഗൗരവമായി എടുത്തില്ല. അത്ര കാര്യമായ മുന്നറിയിപ്പുമായിരുന്നില്ല. എന്നാൽ ഓർക്കാപ്പുറത്ത് വെള്ളം കുതിച്ചെത്തി, പ്രളയം കുതിച്ചെത്തി, ഇത്രയധികം ആൾക്കാരുടെ ജീവൻ അപഹരിച്ചുകൊണ്ട് കടന്നുപോയി. കുഞ്ഞുങ്ങളാണ് കൂടുതൽ ഇല്ലാതായെന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര തത്സമയം ചേരുകയാണ് കൂടുതൽ ലേറ്റസ്റ്റ് വിവരങ്ങളുമായി. മധു, ഗുഡ് മോർണിംഗ്. ഒരു വളരെ ഒറ്റപ്പെട്ട ഒരു പ്രദേശത്ത്, അതെനിക്കൊരു ടൂറിസ്റ്റ് സ്പോട്ടാണെന്ന് തോന്നുന്നു, അവിടെയായിരുന്നു ഈ ക്യാമ്പ് നടന്നത്. എല്ലാ വർഷവും നടക്കുന്ന ക്യാമ്പാണ്. 700ഓളം കുട്ടികൾ പങ്കെടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. അത്രയും കുട്ടികൾ ഉണ്ടായിരുന്നോ ഈ ക്യാമ്പിൽ? എസ് കെ എൻ, ഗുഡ് മോർണിംഗ്. അത്രയും തന്നെ കുട്ടികൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ സെൻട്രൽ ടെക്സസിലാണ്, കൾക്ക് കൗണ്ടിയിലും സമീപ പ്രദേശത്തുമാണ് ഈ മിന്നൽ പ്രളയം ഉണ്ടായത്. എസ് കെ എൻ പറഞ്ഞതുപോലെ മരണനിരക്ക് 51 ഉയർന്നിരിക്കുകയാണ്. എന്നാൽ ഇതിൽ 5 പേരുടെ മരണത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു. ഇതിൽ 15 കുട്ടികൾ ഉൾപ്പെട്ടിട്ടുണ്ട്. 27 പേർക്കായിട്ടുള്ള തെരച്ചിൽ വളരെ ഊർജിതമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ പെൺകുട്ടികൾ ധാരാളം ഉൾപ്പെട്ടിട്ടുണ്ട്. അതുമാത്രമല്ല, എസ് കെ എൻ പറഞ്ഞതുപോലെ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ പ്രകൃതി രമണീയമായ ഒരു ഒറ്റപ്പെട്ട ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ നദിയുടെ തീരത്ത് ക്യാമ്പ് ചെയ്യാൻ നിരവധി പേര് വരാറുണ്ട്. ഒരു കാരവാനിൽ 2 പെൺകുട്ടികളും മാതാപിതാക്കളെയും മരിച്ച നിലയിൽ പോലീസ് കണ്ടെത്തുകയുണ്ടായി. എസ് കെ ഈ ക്യാമ്പിന്റെ ലോവർ ക്യാമ്പിലുള്ള പെൺകുട്ടികളാണ് കൂടുതലും മരിച്ചവര്. തന്നെയുമല്ല, അതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണുമ്പോൾ ഇവര് ഈ ജനലുകളിലൂടെയൊക്കെ രക്ഷപ്പെടാൻ ശ്രമിച്ചതായിട്ടും കാണാൻ സാധിക്കുന്നു. ഈ കൾക്ക് കൗണ്ടിയിൽ മാത്രം 43 പേരാണ് മരിച്ചിരിക്കുന്നത്. തൊട്ടടുത്ത ട്രാവസ് കൗണ്ടിയിൽ ഏതാണ്ട് 4 പേരും മരിച്ചിട്ടുണ്ട്. 850ഓളം പേരെ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടെന്നാണ് സംസ്ഥാന ഗവൺമെന്റ് പറയുന്നത്. ഇതിന്റെ ഒരു കാലാവസ്ഥാ മുന്നറിയിപ്പ് ഇപ്പോഴും അവിടെ തുടരുന്നുണ്ട്. ഇന്ന് രാത്രി 10 മണി വരെ കാലാവസ്ഥാ മുന്നറിയിപ്പ് ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. ഇപ്പോൾ അവിടെ ഒരു റീയൂണിഫിക്കേഷൻ സെന്റർ തുറന്നിട്ടുണ്ട്, കാൽവഴി ടെമ്പിൾ ചർച്ചിൽ. അവിടെ ഈ തെരച്ചിൽ രക്ഷപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ മാതാപിതാക്കളുമായിട്ട് കൂടിച്ചേരാൻ വേണ്ടി സംസ്ഥാനം ഒരുക്കിയിരിക്കുന്ന ഒരു ഏരിയയാണ്. ടെക്സസ് ഗവർണർ ഗ്രെഗ് അബോട്ട് നേതൃത്വമാണ് കൊടുക്കുന്നത് ഈ തെരച്ചിലിന്. 24 മണിക്കൂറിന്റെ റിക്കവറി ഓപ്പറേഷൻസ്, അതായത് തുടർച്ചയായിട്ട് തെരച്ചിൽ, രാത്രി തെരച്ചിൽ നിർത്തിവെക്കത്തില്ലെന്നാണ് ഗവർണർ പറയുന്നത്. തന്നെയുമല്ല, വൈറ്റ് ഹൗസുമായി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. ഫെഡറൽ ഡിസാസ്റ്റർ ഡിക്ലറേഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനെ അംഗീകരിക്കുമെന്ന് പ്രസിഡന്റ് ട്രംപ് പറയുകയും ചെയ്തിട്ടുണ്ട്. പ്രസിഡന്റ് ട്രംപും ഈ പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, US ഹോംലാൻഡ് സെക്രട്ടറിയുടെ സെക്രട്ടറി ക്രിസ്റ്റീൻ നോയ്മിനെ ട്രംപ് ഈ ദുരന്ത മേഖലയിലേക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട്. എസ് കെ ഇവിടെ നമ്മുടെ എയർ ഇന്ത്യയിൽ നിന്ന് ഒരാൾ രക്ഷപ്പെട്ടതുപോലെ അത്ഭുതമായി ഒരു സ്ത്രീ രക്ഷപ്പെടുകയുണ്ടായി. 4 മണിക്കൂറിലേറെ ഈ വെള്ളത്തിൽ ഒഴുകിയതിനു ശേഷം, അതായത് ചെറിയ പല അണക്കെട്ടുകളും ഒരു റോഡിൽ കൂടെ തന്നെ ഈ സ്ത്രീ ഒഴുകിയതിനു ശേഷം ഒരു മരച്ചില്ലയിൽ തൂങ്ങിക്കിടക്കുന്നത് കണ്ട് ഇവരെ രക്ഷപ്പെടുത്തുവാൻ സാധിച്ചു. അത് മാത്രമല്ല, US കോൺഗ്രസ് പ്രതിനിധി ഓഗസ്റ്റ് ഫ്ലൂഗറിന്റെ 2 മക്കൾ ഈ ദുരന്തത്തിൽ പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരെ രക്ഷപ്പെടുത്താൻ സാധിച്ചതായി അദ്ദേഹം തന്നെ സോഷ്യൽ മീഡിയയിൽ കുറിക്കുകയുണ്ടായിട്ടുണ്ട്. എസ് കെ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ക്രിസ്ത്യൻ സമ്മർ ക്യാമ്പായിരുന്നു. ഒരു കുടുംബം 1 നൂറ്റാണ്ടിലേറെയായിട്ട് നടത്തുന്ന ഒരു ക്യാമ്പായിരുന്നു. ടെക്സസ് യൂണിവേഴ്സിറ്റിയിലെ ഒരു ഫുട്ബോൾ കോച്ചായിരുന്നു ഇതിന് തുടക്കമിട്ടത്. ഏതാണ്ട് 700ഓളം കുട്ടികൾ ഈ ക്യാമ്പിൽ ഉണ്ടായിരുന്നു. എസ്കന് തുടർച്ചയായിട്ടുള്ള ഇടിമിന്നൽ വ്യാഴാഴ്ച മുതലേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വ്യാഴാഴ്ച തന്നെ സൗത്ത് സെൻട്രൽ ടെക്സസിലെ ഒരു മുന്നറിയിപ്പ് ഇത് സംബന്ധിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് 1 മണിക്ക് ശേഷം ഒരു അപകടകരമായ ഒരു വെള്ളപ്പൊക്കം ഉണ്ടാകാനുള്ള സാധ്യത കാലാവസ്ഥാ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ രാത്രിയിൽ എല്ലാവരും ഉറങ്ങുമ്പോഴായിരുന്നു ഈ അപകടകരമായ നിലയിലേക്ക് ഇത് മാറുകയും ഒരുപക്ഷെ ഈ കുഞ്ഞുങ്ങൾ ഉറങ്ങുകയായതുകൊണ്ടായിരിക്കാം അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കാഞ്ഞത്. തൊട്ടടുത്ത ഈ ഗുഡാലുപ്പെ നദി കരകവിഞ്ഞ് ഒഴുകുകയും ഈ ലോവർ ക്യാമ്പിൽ എത്തുകയും അവിടെയുള്ള കുഞ്ഞുങ്ങൾക്കാണ് ഈ ജീവൻ നഷ്ടപ്പെട്ടത്. അപ്പർ ക്യാമ്പിലുള്ള കുഞ്ഞുങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെടാതെ രക്ഷപ്പെടാൻ സാധിച്ചു. പുലർച്ചയോടാണ് ഈ നദിയിലെ വെള്ളം ഇത്രയധികം ഉയർന്നത്. ഏതാണ്ട് 2 മണിക്കൂറിനുള്ളിൽ 20 അടിയിലേറെ ഉയർന്നു എന്നാണ്
എന്നാണ് അറിയാൻ സാധിച്ചത്. തന്നെയുമല്ല, ഒരു മാസത്തിൽ ലഭിക്കേണ്ട മഴയാണ് വെറും മണിക്കൂറുകൾക്കുള്ളിൽ ഈ പ്രദേശത്തുണ്ടായത്. ഇപ്പോൾ ശരിക്കും സത്യം പറഞ്ഞാൽ എസ്കേൻ, സമയവും തെരച്ചിലും ഒക്കെ തമ്മിലുള്ള ഒരു യുദ്ധമാണ് ഇവിടെ നടക്കുന്നത്. അത് മാത്രമല്ല, നമ്മുടെ വയനാട് ചൂരൽമലയിൽ ഈ വെള്ളരിമലയുടെ തീരത്തെ വിദ്യാലയത്തിൽ സംഭവിച്ച ആ മഹാപ്രളയത്തിനെ ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അതേ രീതിയിലുള്ള ഒരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലം, ശാന്തമായി ഒഴുകുന്ന ഗുഡാലുപ്പെ പുഴ, അത് കരകവിഞ്ഞ് ഒഴുകുന്നു. തൊട്ടടുത്ത ഈ കുട്ടികളുടെ ക്യാമ്പിലേക്ക് ഈ വെള്ളം ഇരച്ചു കയറുന്നു, കുട്ടികൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നു. എസ്കേൻ. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര. സെൻട്രൽ ടെക്സാസിലാണ് ശരിക്കും ഈ അപകടം ഉണ്ടായത്. ഒരു ആളൊഴിഞ്ഞ ഒരു ടൂറിസ്റ്റ് പ്രദേശമെന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു സ്ഥലത്ത് ഒരു കുട്ടികളുടെ സമ്മർ ക്യാമ്പ് നടക്കുകയായിരുന്നു. 200ഓളം കുട്ടികൾ പങ്കെടുത്ത സമ്മർ ക്യാമ്പിൽ ആണ് കുട്ടികളെ തുടങ്ങുന്ന നട്ടപ്പാതിരയ്ക്കാണ് ഈ മിന്നൽ പ്രളയം കുതിച്ചെത്തിയതും ഇത്രയധികം കുട്ടികൾക്ക് വിനാശം ഉണ്ടാകുകയും ചെയ്തത്. ഏതാണ്ട് 27 കുട്ടികളെ കാണാനില്ല എന്ന് പറയുന്നു. 10-17 കുട്ടികൾ ഇതിനകം മരിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 51ഓളം ആളുകൾ ഈ പ്രളയത്തിൽ മരിച്ചുപോയി എന്നും ലോകത്തെ ഞെട്ടിച്ചൊരു ദുരന്തം തന്നെയാണ് ഇത്. കാരണം ഓർക്കാപ്പുറത്ത് നദി കൂലം കുത്തി ഒഴുകി വരിക, അതിൽ ആളുകൾ ഒഴുക്കിൽപ്പെട്ട് കടന്നു പോവുക.